എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് കൂട്ടുകാരെന്നോട് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ പോർക്ക് വീഡിയോ ഇതുവരെയും അധികമൊന്നും ഉൾപ്പെടുത്തിയിട്ടുമില്ല. ബീഫ് റെസിപ്പി ഇട്ടാൽ തന്നെ എനിക്കൊരു തരി പോലും വ്യൂസ് ലഭിക്കാറില്ല. എങ്കിലും ഞാൻ മനസ്സിന്റെ ആ ഒരു സന്തോഷം കൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്യാറുമുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി ഒരുപാട് കൂട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് ഞാനിന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ വീഡിയോ കാണാൻ പോകാം. അതിനു മുമ്പായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുപോലെ നിങ്ങൾക്കിന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് പോർക്ക് വരള തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ അളവിലാണ് പോർക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു പോർക്കിന്റെ ബാഡ് സ്മെല്ല് മാറി കിട്ടുന്നതിനായിട്ട് വിനാഗിരിയും ഉപ്പും കൂടി ചേർന്ന വെള്ളത്തിൽ കഴുകിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളതാണ്. 2 ബോൾ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയുമാണ്. ഇനി ഇതിന്റെ കൂടെ തന്നെ 100 ഗ്രാം അളവില് കൊച്ചുള്ളിയും 2 ചെറിയ സവാള കട്ട് ചെയ്തത് കൂടി ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കഷ്ണങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടാനായിട്ട് 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണയും 1 സ്പൂൺ അളവിൽ തന്നെ വിനാഗിരിയും കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് കല്ലുപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 സ്പൂൺ അളവില് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ മൂടി ഒരു 4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. ഇനി കഷ്ണങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകളൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 12 എരിവെള്ള മുളകും 6 ഏലക്കയും 1 തക്കോലവും 3 കഷ്ണം കറുവപ്പട്ടയും 5 കറിയാമ്പൂവും കുറച്ച് കറിവേപ്പിലയും 1 ചെറിയ കഷ്ണം ജാതിപത്രിയും 2 ടീസ്പൂൺ അളവില് കുരുമുളകും 1 സ്പൂൺ അളവില് പെരിഞ്ചീരകവും 1.5 സ്പൂൺ അളവില് മുഴുവൻ മല്ലിയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മസാലകൾ നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നതിനായിട്ട് ചൂടായ പാനിലേക്ക് മസാലകൾ മാറ്റുവാണ്. ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വേണം നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഈ ഒരു കറിക്ക് ഇത്രയും തന്നെയാണ് മസാലകൾ എടുത്തിട്ടുള്ളത്. മസാലകൾ കരിയാതെ വറുത്തെടുക്കുന്നതിനായിട്ട് ഫ്ലെയിം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ടും. ഇപ്പോൾ നമ്മുടെ മസാലകൾ നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചൂടാറി വരുമ്പോൾ മസാലകൾ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ പോർക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെയാണ് വെന്ത് കിട്ടിയിട്ടുള്ളതും. ഇനി കറിയിലേക്ക് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതുമാണ്. ഇപ്പോൾ നമ്മുടെ മസാലകൾ ചൂടാറി വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ളതും. അതിനുശേഷം നമ്മുടെ കറി തയ്യാറാക്കാനുള്ള പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പൊടിച്ചു വെച്ചിട്ടുള്ള പൊടികൾ ചേർക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി പേസ്റ്റും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്നും തന്നെ ചേർക്കുന്നില്ല. ചെറിയ തീയിൽ വെച്ചു കൊടുത്ത് പൊടികൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന സ്റ്റോക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ മസാലയിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലിയ പീസുകളായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി മസാലയിൽ ഇട്ട് കൊടുത്ത് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങ് വഴറ്റിയെടുക്കുന്നത് കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്തുടയാതിരിക്കാനും വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കഷ്ണങ്ങൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കഷ്ണങ്ങൾ വെന്തു വരാനായിട്ടൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കൂടുതൽ നേരം നമ്മൾ കഷ്ണങ്ങൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അങ്ങനെ വരുവാണെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ പൊടിഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം ചാറോടുകൂടി തന്നെയാണ് ഉള്ളത്. ഇനി വെള്ളം വറ്റി ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വീണ്ടും മസാലയിലേക്ക് ചേർത്തിട്ടുള്ള കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. മസാല മുഴുവനും തന്നെ കഷ്ണങ്ങളിലേക്ക് ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അതുവരെയാണ് ഇളക്കി കൊടുക്കേണ്ടതും. ഈ ഒരു മാംസ
മാംസത്തിന് അധികം വേവില്ലാത്തത് കൊണ്ട് വളരെ എളുപ്പത്തിലാണ് നമുക്കിതൊന്ന് വെന്ത് കിട്ടുന്നതും. ഇതിൽ ശക്തിയായിട്ട് ഇളക്കി കൊടുക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അങ്ങനെ ഇവിടെ നല്ലോണം തന്നെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ച് തന്നെ നമുക്കൊന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. വീണ്ടും 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ മസാല എല്ലാം നല്ലോണം പിടിച്ചു നിൽക്കുന്ന ഒരു പാകമാണ്. ഇതിനുള്ളിലെ വെള്ളം എല്ലാം നല്ല പോലെ വറ്റി നല്ല വരണ്ടിരിക്കുന്ന പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ പിന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പോർക്ക് വരള എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു മാംസം കഴിക്കുന്നവർക്കും ഇതുവരെ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ആൾക്കാർക്കും ഈ ഒരു വീഡിയോയും വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.